എവിടെ നിന്ന് സ്വർണം പറന്നെത്തിയാലും അർജുൻ ആയെങ്കിയെ അറിയും. ലക്ഷ്യവും മാർഗവും ചെവിയിലോതാൻ പ്രത്യേക നെറ്റ്വർക്ക്. വിമാനത്താവളത്തിനകത്തും പുറത്തുമെല്ലാം സന്ദേശ കൈമാറ്റത്തിന് ഇന്നും വെളിപ്പെടാത്ത വിശ്വസ്തരുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ. വിമാനത്താവളത്തിലെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന സ്വർണത്തിന്റെ അളവ് കൂടുതലെങ്കിൽ പൊട്ടിക്കാൻ ആയെങ്കി നേരിട്ടെത്തുമത്രേ. കാരിയറെ അപായപ്പെടുത്തി സ്വർണം കവരും. 2016 മുതലാണ് അർജുൻ സ്വർണം കടത്തലും പൊട്ടിക്കലുമായി കുറ്റകൃത്യങ്ങളിൽ സജീവമായതെന്നാണ് കസ്റ്റംസ് അടക്കം വിവിധ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. CPM കാരനെന്ന മേൽവിലാസവും ഇക്കാലയളവിൽ പാർട്ടി അധികാരത്തിലിരുന്നതും ഒരു പരിധിവരെ ആയെങ്കിക്ക് അറിഞ്ഞും അറിയാതെയും തണലൊരുക്കിയെന്ന വിലയിരുത്തലുകൾ ഒരു വശത്ത്. സ്വർണം പൊട്ടിക്കൽ മാത്രമല്ല, പലർക്കും വേണ്ടി കാരിയർമാരെ റിക്രൂട്ട് ചെയ്യുന്നതും ആയെങ്കി തന്നെയെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. കാരിയർക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ വാഗ്ദാനം ചെയ്തുള്ള സ്വർണ്ണക്കടത്തുകൾ. ഇത് കസ്റ്റംസിന്റെ ചെവിയിലെത്തിയെങ്കിലും ആയെങ്കിയിലേക്ക് വിരൽ ചൂണ്ടിയ കേസു കിട്ടിയത് 2021 ജൂണിൽ. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖ് എന്ന കാരിയറെ 2.33 കിലോഗ്രാം സ്വർണവുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടികൂടി. ഷഫീഖിന്റെ ഫോൺ സന്ദേശങ്ങളിൽ നിന്നാണ് പുറത്ത് കാത്തിരിക്കുന്നത് അർജുൻ ആയെങ്കി എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ കണ്ടത് ആയെങ്കിയെ ചോദ്യം ചെയ്യലും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അറസ്റ്റും. പിന്നാലെ CRPF അകമ്പടിയിൽ കണ്ണൂർ അഴീക്കോട്ടെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് വരെ നീണ്ടു. വീട്ടിലെ തെളിവെടുപ്പിനിടെയാണ് സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ച പ്രധാന മൊബൈൽ ഫോൺ വളവട്ടണം പുഴയിലേക്ക് എറിഞ്ഞെന്ന് അർജുൻ കസ്റ്റംസിന് മൊഴി നൽകിയത്. 64 ദിവസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത്. 26 പ്രതികളുള്ള കേസിൽ അർജുൻ 2ാം പ്രതി. കൊടുവള്ളിക്കാരുടെ സ്വർണമാണ് അർജുനും ടീമും കൂടുതൽ തവണ കവർന്നത്. പ്രതികാരം തീർക്കാൻ പലതവണ കൊടുവള്ളിക്കാർ ശ്രമിച്ചെങ്കിലും അർജുൻ വഴുതി രക്ഷപ്പെട്ടു. നീണ്ടകാലം കൊച്ചിയിൽ മാത്രം തമ്പടിച്ചു അർജുൻ. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുപ്പമുണ്ടാക്കുന്നതിലും കൂട്ടുകെട്ട് വളർന്നു. തെക്കൻ കേരളത്തിൽ കൊല്ലത്താണ് അർജുന് വിശ്വസ്ത സംഘമുള്ളത്. ഇവർക്കൊപ്പം ഇടയ്ക്കുള്ള ഒത്തുകൂടലുകളിലാണ് കുറ്റകൃത്യങ്ങളുടെ ആസൂത്രണങ്ങൾ നടക്കുക. അങ്ങനെയൊന്ന് കോതമംഗലത്തെ റിസോർട്ടിൽ നടക്കുമ്പോഴാണ് പോലീസ് എത്തുന്നതും നിലവിലെ വെല്ലുവിളിയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടതും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.